ഇന്ന് കടല പായസം ഉണ്ടാക്കാം, അല്ലെങ്കിൽ കടലപ്രഥമൻ. പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് ഇതൊരു ഹെൽത്തി പായസമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കടലപ്പരിപ്പാണ്. നമ്മുടെ വടപ്പരിപ്പല്ല, കടലപ്പരിപ്പ്. കടല കട്ടി രണ്ടായിട്ട് പിളർന്ന പോലത്തെ പരിപ്പാണിത്. ഇത് കടലിൽ ചെന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പ് കിട്ടും. പിന്നെ കിസ്മിസ്, നട്ട്സ്, 3 ടേബിൾ സ്പൂൺ ചൗവരി, ജാഗറി പൗഡർ അല്ലെങ്കിൽ ജാഗറി ശർക്കര ഉണ്ടയായാലും മതി. പിന്നെ നെയ്യും, ഒരു തേങ്ങയുടെ പാലും വേണം. ഇവരെല്ലാം എല്ലാ പായസത്തിൻ്റെയും താരങ്ങളാണല്ലോ. അരമണിക്കൂർ കുതിർത്ത 250 ഗ്രാം കടലപ്പരിപ്പ് ഒരു കുക്കറിലേക്കിട്ട് 3-4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. കടലപ്പരിപ്പ് വേകുമ്പോഴേക്കും നമുക്ക് ഒരു കട്ടിയുള്ള പോട്ട് വെച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം വറുത്തെടുക്കാം. ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഉരുളിയും ഒരു വീക്ക്നെസ്സാണ്. ഒരു ഉരുളി എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നട്ട്സ്, തേങ്ങാക്കൊത്ത്, കിസ്മിസ് ഇട്ട് വറുത്തെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഈ സെയിം പോട്ടിലേക്ക് തന്നെ 1/2 കിലോ ജാഗറി പൗഡർ അല്ലെങ്കിൽ ശർക്കര ഉണ്ട പാനിയാക്കിയത്. ഇവിടെ ഞാൻ ജാഗറി പൗഡർ യൂസ് ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഉരുളിയിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചു. ഈ സമയം 3 ടേബിൾ സ്പൂൺ ചൗവരി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പാനി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കടലപ്പരിപ്പ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കുക്കായിട്ട് വന്ന കടലപ്പരിപ്പ് ഈ ശർക്കര പാനിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയും ഇട്ട് തിളപ്പിക്കുക. കൂടി ഒന്ന് മിക്സായി വരുമ്പോഴേക്കും ഒരു തേങ്ങയുടെ പാൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ 2ാം പാലും 1ാം പാലും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഒരു 1 ലിറ്ററിന് മുകളിൽ പാലുണ്ട്. 3ഉം കൂടി കമ്പൈൻ ചെയ്ത് ഒന്ന് തിളച്ച് വരണം. തിളച്ചൊന്ന് ജസ്റ്റ് കുറുകി വരുമ്പോഴേക്കും, അതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറുകി വരുമ്പോഴേക്കും നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഇടണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം വേണമെങ്കിൽ 1ാം പാല് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ വിതറി ഫിനിഷ് ചെയ്യുക. കടലപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. വിഷു, ഓണം ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. ഹെൽത്തിയുമാണ്. കടലയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. തേങ്ങാപ്പാൽ എടുക്കുന്നൊരു പണിയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഈ സെയിം റെസിപ്പി വെച്ച് തന്നെ നമുക്ക് കടലപ്രഥമൻ കൂടാതെ അടപ്രഥമൻ, പൈനാപ്പിൾ പ്രഥമൻ, പരിപ്പ് പായസം ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്